നമസ്കാരം. ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്സിലൂടെ ഇന്ന് പറയാൻ പോകുന്നത് ഒബേസിറ്റി എങ്ങനെ നമ്മുടെ നാച്ചുറൽ ഫുഡിലൂടെ മാറ്റാം എന്നുള്ളതാണ്. അതിന് ആദ്യം ഒരു പ്രോപ്പർ ഡെഡിക്കേഷൻ വേണം. ഒരു 3 months പ്ലാൻ ആയിരിക്കണം. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ എന്നേക്കുമായി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആയിരിക്കും ഇതിലൂടെ കിട്ടുന്നത്. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്തോ ഫിസിക്കൽ ഹെൽത്തോ മാത്രമല്ല, അതൊരു പേഴ്സൻ്റെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ആണ്. അതിന് ആദ്യം മനസ്സിനെ ശുദ്ധമാക്കണം. മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പോ ദേഷ്യമോ ഉണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ക്ഷമ കൊടുക്കുക. അതുപോലെ തിരിച്ച് അവരിൽ നിന്നും ക്ഷമ വാങ്ങുക. ബന്ധുക്കളോടും ശത്രുക്കളോടും എല്ലാവരോടും. മറ്റുള്ളവരോട് വെറുപ്പോ ദേഷ്യമോ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അവരെ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുകയും അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആവുകയും ചെയ്യുന്നു. ആ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പോലെയുള്ള പല രോഗങ്ങളായി മാറും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ ശരീരത്തെ അഫക്റ്റ് ചെയ്യും. ആദ്യം മനസ്സിനെ ശാന്തമാക്കുക. അതിന് മെഡിറ്റേഷൻ നല്ലൊരു മാർഗമാണ്. എവിടെയെങ്കിലും ശാന്തമായിരുന്ന് ഒന്നിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ തന്നെ ഒരു ചൈതന്യമുണ്ട്, ഒരു പോയിന്റ് ഓഫ് ലൈറ്റ്. നമ്മുടെ ഭൃകുടി മധ്യത്തിൽ അല്ലെങ്കിൽ 2 പുരികങ്ങളുടെ ഇടയിലായുള്ള സ്ഥലത്ത് ആ പോയിന്റ് ഓഫ് ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനെ നമ്മുടെ ആത്മാ എന്നോ സ്പിരിറ്റോ എന്നോ ഒക്കെ പറയാറുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാം. അതുപോലെ നമ്മുടെ ബോഡിയെയും ശുദ്ധമാക്കണം. അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും ആസിഡിക് ആണ്. ഇറച്ചി, മുട്ട, പാല്, പയറുവർഗ്ഗങ്ങൾ, ഫാസ്റ്റ് ഫുഡ്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇവയിൽ കൂടി എല്ലാം ബോഡി ആസിഡിക് ആകും. അതിന് ദിവസവും രാവിലെയും വൈകിട്ടും കുക്കുംബർ ജ്യൂസ് കുടിക്കാം. രാത്രി ആഹാരത്തിന് ശേഷം ഒരു ഹാഫ് കുക്കുംബർ കടിച്ചും കഴിക്കാം. കുക്കുംബർ ജ്യൂസിൽ അടങ്ങിയിരിക്കുന്നത് ആൽക്കലൈൻ വാട്ടർ ആണ്. അതിലൂടെ നമ്മുടെ pH ബാലൻസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഓർഗാനിക് കുക്കുംബർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പീൽ ചെയ്യേണ്ട ആവശ്യമില്ല. തൊലിയോട് കൂടി കഴിക്കുകയും ജ്യൂസ് അടിക്കുകയും ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ 2 മെയിൻ കോഴ്സ് ആണ് ലഞ്ച് ആൻഡ് ഡിന്നർ. അതിൽ ആദ്യം ഡിന്നർ മില്ലറ്റ്സിലേക്ക് കൊണ്ടുവരിക. മില്ലറ്റ്സ് എന്ന് പറയുന്നത് ചെറുമണി ധാന്യങ്ങളാണ്. ഓൾമോസ്റ്റ് ഒരു 200 വെറൈറ്റിയോളം മില്ലറ്റ്സ് ഉണ്ട്. അതിൽ മെയിനായി യൂസ് ചെയ്യേണ്ടത് ചാമ, തിന, കുതിരവാലി, വരക് എന്നിവയാണ്. അതിൽ ആദ്യം ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് യൂസ് ചെയ്യുക. അതാണ് കഴിക്കാൻ എളുപ്പം. അത് കഞ്ഞിയായിട്ടോ ചോറ് കഴിക്കുന്നത് പോലെയോ കഴിക്കാം. മില്ലറ്റ്സ് കഴിക്കുമ്പോൾ അൺപോളിഷ്ഡ് മില്ലറ്റ്സ് ആണ് കഴിക്കേണ്ടത്. അൺപോളിഷ്ഡ് എന്ന് പറയുമ്പോൾ തവിട് കളയാത്ത മില്ലറ്റ്സ്. അത് കുക്ക് ചെയ്യുന്നതിന് ഒരു 10 to 15 minutes മുമ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ വേഗത്തിൽ കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ കോൺസ്റ്റിപ്പേഷൻ കൂടി ക്ലിയർ ആവണം. അതിന് സാധാരണ തേങ്ങാ ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെ കൂടെ മുരിങ്ങയ്ക്കയുടെ ഉള്ളിലുള്ള ഫ്ലഷ് കൂടി സ്കൂപ്പ് ചെയ്തിട്ട് അരച്ച് ഡെയിലി കഴിക്കണം. അതിൻ്റെ കൂടെ അഗത്തിയുടെ ഒരു ഇല കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ നാച്ചുറൽ അയഡിൻ അഗത്തിയിലാണുള്ളത്. ഹോർമോൺ ഇൻബാലൻസിനെ അത് ക്ലിയർ ചെയ്യും. അയഡിൻ ഡെഫിഷ്യൻസിയും ഹോർമോൺ ഇൻബാലൻസുമാണ് ഒബേസിറ്റിക്ക് കാരണമാകുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഇനി അമിതമായി ബെല്ലി ഫാറ്റ് ഉള്ളവരാണെങ്കിൽ ചിന്നാമുഖി എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ ഇലയാണ്. അത് രാവിലെ 1 പിഞ്ച് 1 ഗ്ലാസ് വെള്ളത്തിൽ 15 കറുത്ത ഉണക്കമുന്തിരിങ്ങയും കൂടി ഇട്ട് വെച്ചിട്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അത് പിഴിഞ്ഞ് അരിച്ച് ആ വെള്ളം കുടിക്കണം. അത് കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ആകാനും കുടലിലുള്ള കൊഴുപ്പ് പുറന്തള്ളുകയും അതിലൂടെ ബെല്ലി ഫാറ്റ് കുറയുകയും ചെയ്യുന്നു. ഇത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒരു മന്തിൽ തന്നെ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങും. ഇത് എന്നും കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതലായുള്ള ഇതിൻ്റെ ഉപയോഗം സ്കിന്നിൽ ഫാറ്റ് കുറഞ്ഞ് ഡ്രൈ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഇനിഷ്യൽ സ്റ്റെപ്പായിട്ട് ആദ്യത്തെ ഒരു 10 days കണ്ടിന്യൂ ചെയ്യുക. ഇനി സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് മില്ലറ്റ്സ് രാത്രിയിൽ കഴിക്കുന്നത് കൂടാതെ ലഞ്ചും കൂടി മില്ലറ്റ്സിലേക്ക് മാറ്റുക. അപ്പോൾ രാത്രിയിൽ ചാമയാണ് കഴിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് കുതിരവാലി കഴിക്കാം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിക്കണം. കാരണം ഇതുവരെ നമ്മൾക്ക് റൈസിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് മാറി മില്ലറ്റ്സിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആകുമ്പോൾ ബോഡി അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അടുത്തതായിട്ട് ഡെയിലി 2 കപ്പ് ഓർഗാനിക് ഗ്രീൻ ടീ കുടിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഹോർമോൺ ഇൻബാലൻസ് ക്ലിയർ ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഡെയിലി ഒരു പഴുത്ത പേരയ്ക്ക കഴിക്കുന്നത് നല്ലതായിരിക്കും. അതും കോൺസ്റ്റിപ്പേഷന് ഹെൽപ്പ് ചെയ്യും.
നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പുറത്തു പോകണമെങ്കിൽ 2-3 ടെക്നിക്സിലൂടെയേ പറ്റുകയുള്ളൂ. 1 കോൺസ്റ്റിപ്പേഷൻ വഴി, 2 യൂറിൻ വഴി, 3 സ്കിന്നിൽ കൂടെ. ഒരു നാരങ്ങ തൊലിയോടെ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ച് ഉപ്പോ പഞ്ചസാരയോ ചേർക്കാതെ കുടിക്കുന്നത് യൂറിൻ നല്ലപോലെ പോകാൻ സഹായിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ ടോക്സിൻസ് പുറത്തു പോകുന്നത് സ്കിന്നിൽ കൂടെയാണ്. അതിന് വിയർപ്പ് കുറവുള്ള ആളാണെങ്കിൽ വിയർപ്പിക്കാനായി സ്റ്റീം കൊള്ളാം. കൊള്ളുന്നതിന് മുൻപ് കഴുത്തിന് താഴേക്ക് നാരങ്ങാ തൈലം അല്ലെങ്കിൽ ക്ഷീരകേര തൈലം അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ്സ് ഇരുന്ന ശേഷം സ്റ്റീം കൊണ്ടാൽ മൂക്ക് വിയർക്കും. അതാണ് പാകം. അപ്പോൾ നിർത്താം. അങ്ങനെ മാസത്തിൽ ഒരു 2 പ്രാവശ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ കൂടി ടോക്സിൻസ് പുറത്തു പോവുകയും അത് വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഈ കാര്യങ്ങളിലൂടെ ഒബേസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് കുറച്ച് 105 കിലോയിൽ നിന്ന് 78 കിലോ ആക്കിയ ഒരാളുടെ അനുഭവത്തിന്മേലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. താങ്ക് യു.